സുപ്രഭാതം. മഴവില്ലേ നീ മായരുതേ എന്ന കവിതയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? അപ്പോൾ അത് ആരുടെ ആയിരുന്നു ആ കവിത? വയലാർ രാമവർമ്മയുടെ കവിതയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതും ഒരു കവിത തന്നെയാണ്. ONV കുറുപ്പ് എഴുതിയ മോഹം എന്ന കവിതയാണ്. ഈ മോഹം എന്ന കവിത വളപ്പട്ടുകൾ എന്നൊരു കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ്. നമുക്ക് പഠിക്കാനുള്ള പദ്യഭാഗം. എന്താ കവിതയുടെ പേര്? മോഹം അല്ലേ? ഈ മോഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഗ്രഹം, വലിയ ആഗ്രഹം എന്നൊക്കെയാണ് മോഹത്തിൻ്റെ അർത്ഥം. എല്ലാവർക്കും ഓരോ മോഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതിന് മോഹത്തിന് പ്രായ ഭേദമൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് വേറെ ചെറിയ ചെറിയ മോഹങ്ങളായിരിക്കും, വലിയ ആളുകൾക്കും വേറെ മോഹങ്ങളായിരിക്കും. അവൻ ഓരോരുത്തർക്കും ഓരോ മോഹങ്ങളുണ്ടാവും. മോഹങ്ങളില്ലാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അല്ലേ? പ്രായഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാവും ചെറിയ ചെറിയ മോഹങ്ങളൊക്കെ എല്ലാവർക്കും. നമുക്കത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. എത്ര നിരാശയിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയ പ്രതീക്ഷ തരുന്ന ചില മോഹങ്ങളാണ് അല്ലേ? അപ്പോൾ ആരാണ് ഈ കവിത എഴുതിയതെന്ന് പറഞ്ഞാൽ ONV കുറുപ്പ് അല്ലേ? ONV കുറുപ്പും ചെറിയ ചെറിയ ചില മോഹങ്ങളൊക്കെ ഉണ്ട്. എന്താ, അദ്ദേഹം കുറേ വയസ്സായി, കുറച്ച് ഏജൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ബാല്യകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുട്ടിക്കാലം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ബാല്യകാലം, സ്കൂളിൽ പോയ കാലം, അവിടെ പോയിട്ട് എന്തൊക്കെയാ കുട്ടികളായിട്ട് കളിച്ച കാലം, ആ സ്കൂളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ നെല്ലിമരത്തിൽ നിന്ന് ആ നെല്ലിക്ക പൊട്ടിച്ച് തിന്നിട്ട് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ മധുരം. നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ എന്താ നമുക്ക് ഫീലിംഗ്, എന്താ തോന്നുന്നത്? നല്ലൊരു മധുരം ഉണ്ടാവും അല്ലേ? അങ്ങനെ നമുക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല 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 ഓർമ്മകൾ ഉണ്ടായിരിക്കും. അത് നമുക്കൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടൂല. അപ്പോൾ കവി പറയുന്നത് എന്താ? അതൊക്കെ ഒരു മോഹങ്ങളാണ്, എന്നാലും ഒരിക്കലും തിരിച്ചു കിട്ടില്ലെങ്കിലും വെറുതെ എനിക്കിങ്ങനെ വീണ്ടും മോഹിക്കാൻ ഒരു മോഹം തോന്നുകയാണ് അല്ലേ? അതാണ് ഈ കവിതയുടെ അർത്ഥം. എന്താ, തിരിച്ചു കിട്ടാത്ത കുറേ മോഹങ്ങളെ കുറിച്ചിട്ടാണ് ഈ കവിതയിൽ കവി പറയുന്നത്. അപ്പോൾ ആരെഴുതിയത്? ONV കുറുപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ONV കുറുപ്പ് ആരാധത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണ്ടേ? ശ്രദ്ധിച്ചു കേട്ടോളൂ. മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന ONV കുറുപ്പ് 1931 മെയ് 27 ജനിച്ചു. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ് പൂർണ്ണനാമം. 1982 മുതൽ 87 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ സ്ഥാനവും ONV കുറുപ്പ് വഹിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2007 ജ്ഞാനപീഠ പുരസ്കാരം 2010 അദ്ദേഹത്തിന് ലഭിച്ചു. പത്മശ്രീ, പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2016 ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ഇതാണ് ONV കുറുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മോഹം എന്ന കവിത ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? വളപ്പട്ടുകൾ എന്ന ഒരു കവിതാ സമാഹാരത്തിന് എടുത്തിട്ടുള്ള കവിതയാണ് മോഹം അല്ലേ? ഞാൻ തുടങ്ങി വയ്ക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുക്കുക, നിവർന്നിരിക്കുക. ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. വിരൽ വെച്ച് ഓരോ വരിയുടെ അടിയിൽ കൂടെ എങ്ങനെ വിരലിങ്ങനെ നീക്കി കൊണ്ടുപോവുക. എന്നാലേ ഞാൻ വായിക്കുമ്പോൾ വരികളൊക്കെ അർത്ഥം മനസ്സിലാവുള്ളൂ, വായിക്കാൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരും എടുത്തില്ലേ ടെക്സ്റ്റ് ബുക്ക്? അപ്പം നമുക്ക് തുടങ്ങാം. നോക്കിക്കോളൂ. പാഠം 10 മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. എന്താ കവി പറയണേ? ഒരു വട്ടം കൂടി എൻ്റെ ഓർമ്മകൾ ഇതാ സഞ്ചരിച്ചു പോവാണ് ബാല്യകാലത്തിലേക്ക്, കുട്ടിക്കാലത്തിലേക്ക്. അതാ എൻ്റെ ഓർമ്മകൾ സഞ്ചരിച്ചു പോവാണ്. ആ കുട്ടിക്കാലത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്താ പറയുന്നത്? പോയിട്ടെന്താ, ആ പള്ളിക്കൂടത്തിലെ ആ തിരുമുറ്റത്ത് എത്തി. അവിടെ ഉള്ള ആ തിരുനെല്ലൊരു നെല്ലിമരമുണ്ട്. ആ നെല്ലിമരം ഒന്നിങ്ങനെ പിടിച്ചു കുലുക്കാനൊരു മോഹം തോന്നുകയാണ്. ഇതൊക്കെ ചെറുപ്പത്തിൽ കവി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും കൂടി
കുലുക്കി അതിൽ നിന്ന് എന്ത് വരും? നെല്ലിമരം കുലുക്കുമ്പോൾ എന്തുണ്ടാവോ? നിറച്ച് നെല്ലിക്കകൾ ഇങ്ങനെ ഉതിർന്ന് വീഴുമല്ലേ? അത് ഒന്ന് പൊട്ടിച്ച് തിന്ന് ആ പറമ്പിലുള്ള ആ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ എന്താ? ഒരു കയ്പും ഒരു മധുരം ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ എനിക്ക് വീണ്ടും ഒരു മോഹം എന്ന് കവി പറയുന്നു. നോക്കൂ, ഒരു വട്ടം കൂടി എന്നെ ഓർമ്മകൾ മേയുന്ന ആ തിരുമുറ്റത്ത് ഒരു പ്രാവശ്യം കൂടി എനിക്കൊന്ന് പോവാൻ ഒരു മോഹം. എന്നിട്ട് എന്താണ്? തിരുമുറ്റത്ത്, ആ സ്കൂളിന്റെ മുറ്റത്ത് ഒരു കോണിൽ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ആ നെല്ലിമരം ഒന്ന് കുലുക്കുവാൻ എനിക്ക് മോഹം. അതാണ് ആദ്യത്തെ 4 വരിയുടെ അർത്ഥം. നോക്കൂ, അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം എന്ന് പറയുമ്പോൾ എന്താ? അതിങ്ങനെ കുലുക്കുമ്പോൾ അതിലെ കായകളൊക്കെ ഇങ്ങനെ കൊഴിയും. അപ്പൊ അതിൽ നിന്നൊരു കായ എടുത്ത് എനിക്ക് തിന്നാനൊരു മോഹം. അതാണ് അടുത്ത മോഹം കേട്ടോ. പിന്നെ നോക്കൂ, സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം എന്ന് പറയുമ്പോൾ എന്താ? അപ്പോൾ തിന്നുമ്പോൾ അതിലുള്ള പുളി മധുരവും ഉപ്പുണ്ടാവില്ല, അതിലൊരു കയ്പുണ്ടാവും, ഒരു മധുരം ഉണ്ടാവും, ചെറിയൊരു എന്തുണ്ടാവും? പുളിപ്പുണ്ടാവും അല്ലേ? അതൊക്കെ ഒന്ന് വീണ്ടും എനിക്ക് ഒന്ന് ആസ്വദിക്കണം. അതൊന്നൊരു മോഹമുണ്ട്. പിന്നെ നോക്കൂ, അത് കഴിഞ്ഞിട്ടോ, തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചിട്ട് എന്ത് മധുരമെന്നോതുവാൻ മോഹം. അത് കഴിഞ്ഞിട്ട് എന്താ? നെല്ലിക്ക് തിന്ന് കഴിഞ്ഞിട്ട് വേഗം ആ പറമ്പിലുള്ള കിണർ ഒന്ന് വെള്ളം കോരിയിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ മധുരം വീണ്ടും നെല്ലിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മധുരം നമുക്ക് അനുഭവപ്പെടുമല്ലോ വെള്ളം കുടിക്കുമ്പോൾ. അത് വീണ്ടും എനിക്ക് ഒരു വട്ടം കൂടി ആസ്വദിക്കാൻ ഒരു മോഹം എന്ന് കവി പറയുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഈ നമ്മളെടുത്ത വരെയുള്ള വരികളുടെ അർത്ഥം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഒന്നും കൂടി വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.